നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് പോകുന്നില്ല എന്നുള്ളതാണ് വലിയ ചോദ്യമായി വരുന്നത്. എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ് വലിയ ചോദ്യമായി വരുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് പോയിക്കൂടാ എന്നാണ് പൊതുവേദി ഇന്ന് ചോദിക്കുന്നത്. രാമക്ഷേത്രത്തിൽ കോൺഗ്രസ് പോയാൽ എന്താ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ആദ്യത്തെ കോൾ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. മോഹൻദാസ്, താങ്കൾ പറഞ്ഞോളൂ, എന്തുകൊണ്ട് കോൺഗ്രസ് പോകുമെന്ന് തീരുമാനമെടുത്താൽ എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കില്ല. കാരണം ഇത് വെറുതെ ഒരു വിഷയം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം ഇതൊരു തീരുമാനം അവർക്ക് എടുക്കാൻ, ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് അവർക്ക് അറിയാത്തൊന്നുമല്ലോ. വലിയ ആൾക്കാർ നമ്മളെക്കാളൊക്കെ അതിലുണ്ട്. അവർക്ക് തീരുമാനം എടുത്തിട്ട് തന്നെ പുറത്തിട്ടൂടെ. ഇത് അതിന് പകരം ഈ എല്ലാവർക്കും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അവസാനം പോവില്ല പറയും. ഈ KC വേണുഗോപാൽ വന്നിട്ട് വേറെ എന്തെങ്കിലും പറയും, മറ്റവരെന്തെങ്കിലും പറയും. ഇത് തീർച്ചയായിട്ടും ശരിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ അവർ പേടിച്ചിട്ട് ഇത് രാഷ്ട്രീയമൊന്നുമല്ല ശരിക്കും വേണ്ടത്. ഇത് ശരിക്കും അത് ഇപ്പൊ രാജ്യത്തിന്റെ ഒരു ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ദൈവം തന്നെയാണ്. അപ്പോ ഇത് ഇപ്പോ പാർലമെന്റിൽ പ്രതിപക്ഷത്ത് നല്ല ഇരിക്കുന്നവരൊക്കെ പ്രതികളുടെ പക്ഷത്താണ്. കാരണം എല്ലാത്തിനും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അവിടെ പോയാൽ ഈ പ്രതിപക്ഷമെങ്കിലും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്തിനാ എന്റെ ആവശ്യം? ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ പോകാണ്ടിരിക്കുക. ശരി, മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിൽ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ കോൺഗ്രസ് നിലപാടെടുത്ത് പോകാം എന്നുള്ള തീരുമാനം എടുത്താൽ എന്താണ് പ്രശ്നം? പോവേണ്ടതല്ലേ? ടി വിയിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കാമോ? ഞാൻ പറയാൻ പോവാണ്. അപ്പൊ കോൺഗ്രസ് പോയാൽ എന്താ എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസ് പോയി എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അവര് പോണം. അവര് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ആന്റണി സാറിന് വളരെ മോശമുണ്ട്. ആന്റണി സാറിന്റെ മകൻ ഇപ്പൊ അവിടുത്തെ വലിയ ആളാ, അനിൽ ആന്റണി. അപ്പൊ അതുകൊണ്ട് അയാളെന്നേലും ആന്റണി സാറെന്നേലും ഇവരൊക്കെ തട്ടിക്കൂട്ടി പറഞ്ഞയക്കും. കാരണം വെച്ചാല് ആന്റണി സാറിന് മകനിപ്പോ അവിടെ വലിയ നിലയിലെത്തിയാൽ 10-12 കൊല്ലം അവിടെ കഴിഞ്ഞാൽ ലെവല്, അപ്പൊ അവിടെ കൂടി കഴിയാനുള്ള ഒരു പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഓല് പോണം എന്നുള്ളതാ എന്റെ അഭിപ്രായം. പോയോണ്ട് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ഗുണം ആന്റണി സാറിനാ. സൂപ്പി ചേരുന്നു. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ നിലപാടെടുത്തിട്ടില്ല, തീരുമാനമൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി കോൺഗ്രസ് പോകേണ്ടതല്ലേ? കോൺഗ്രസ് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ സാഹചര്യമല്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ. എന്റെ അഭിപ്രായം കോൺഗ്രസ് പോകണമെന്നാണ്. കാരണം BJPയുടെ ആ പഴയ പേര്, വലിയ വിളിച്ച പാർട്ടിയാണെന്നുള്ള പേര് മാറി വരണമെങ്കിൽ കോൺഗ്രസ് പോകണം. അല്ലാണ്ട് പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു വെച്ചതിനെ കൊണ്ട് കോൺഗ്രസ് നന്നാകാൻ പോകുന്നില്ല. കാരണം പിന്നെ മുസ്ലിം ലീഗിനെയും കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു എന്റെ അഭിപ്രായം. കോൺഗ്രസ് പറയണം മുസ്ലിം ലീഗിനെയും കൂടി ക്ഷണിക്കണം, എന്നാലേ ഞങ്ങൾ വരും എന്നുള്ളൊരു അഭിപ്രായം കൂടി പറയും. കാരണം പലസ്തീൻ പ്രശ്നത്തില് മുസ്ലിം ലീഗിനെ ക്ഷണിക്കാത്തതുകൊണ്ടാണ്, കോൺഗ്രസിനെ ക്ഷണിക്കാത്തതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അന്ന് പങ്കെടുക്കാത്തത്. അപ്പൊ അതും കൂടി അയോധ്യയിലേക്ക് മുസ്ലിം ലീഗിനെ കൂടി ക്ഷണിക്കാൻ വേണ്ടി BJPയോട് ഈ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം ഇന്ത്യ മുന്നണി തിരിച്ചുവിടുകയും ചെയ്യണം. എന്നിട്ട് NDAയിൽ ചേരാൻ നല്ലത് ഇവർക്ക്. ശരി, കണ്ണദാസൻ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ കണ്ണദാസൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ മുന്നണിയിലെ എല്ലാ മേഡം ഇപ്പോഴാണ് രാമജന്മഭൂമി ബാബർജി മസ്ജിദ് സമരമായത്. ഇന്ത്യ മുന്നണിയുടെ എല്ലാ പ്രമുഖ വ്യക്തികളും ക്ഷേത്ര ദർശനം നടത്തണം. അതാണ് നമ്മുടെ മതേതരത്വം പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. എല്ലാവരും, ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, ഹിന്ദു എല്ലാ പ്രമുഖ വ്യക്തികളും പോകണമെന്നാണ് അഭിപ്രായം. ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ അതാണ് ആദ്യം ചെയ്യുക. അപ്പോ അവിടെ കടയെ 1000 ആളാണ് കടകളൊക്കെ കത്തിനടിച്ചിട്ട് 1000 പേരാണ് മരണപ്പെട്ടത്. ശരി, സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, ഒരു കാലത്തും കോൺഗ്രസ് എതിരായിരുന്നില്ല രാമക്ഷേത്രം പണിയുന്നതിൽ. പിന്നെ എന്താണ് പോകുമെന്ന് പറയാൻ ഇത്ര താമസിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യം. മറ്റൊന്ന്, എന്തുകൊണ്ട് കോൺഗ്രസ് പോയിക്കൂടാ? എന്തിനാണ് കോൺഗ്രസ് പോകുന്നതിനെ ഇവിടെയുള്ള മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ എതിർക്കുന്നത്?
നമസ്കാരം മാഡം. ഇതില് പറയാനുള്ളത് ഇപ്പൊ അയോധ്യയിലെ അന്ന് പ്രതിഷ്ഠാ ദിനത്തിൽ അവിടെ പ്രതിഷ്ഠിക്കുന്ന രാമൻ രാഷ്ട്രീയ രാമനാണോ അതോ പ്രജാതൽപരനായ അയോധ്യ രാമനാണോ എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. അവിടെ രാഷ്ട്രീയ രാമനാണെങ്കിൽ കോൺഗ്രസ് പോണോ എന്ന് രാഷ്ട്രീയ രാമനാണെങ്കിലല്ലേ കോൺഗ്രസ് പോകേണ്ടത്? കാരണം കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷവുമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് മത്സരിക്കുന്നത് ആരോടാണ് എന്നറിയാം. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റ് എല്ലാ സ്റ്റേറ്റുകൾ കൂടി ശ്രദ്ധിച്ചു വേണം അതിൽ ഒരു തീരുമാനമെടുക്കാൻ, നിലപാടെടുക്കാൻ. അപ്പൊ കോൺഗ്രസ് പോകുകയല്ലേ വേണ്ടത്? അല്ലല്ല, അത് തീരുമാനിക്കും. അതാ പറഞ്ഞത്, അവര് തന്നെ അവരുടെ ആ സമീപനം എങ്ങനെയാണെന്നുള്ളത്. രാഷ്ട്രീയ രാമനാണെങ്കിൽ BJP ആണെങ്കിൽ തീവ്ര ഹിന്ദുത്വം, കോൺഗ്രസ് ആണെങ്കിൽ മൃദു ഹിന്ദുത്വം. അത് അവിടെ നടക്കില്ല. കാരണം ഈ BJPയോട് തീവ്ര ഹിന്ദുത്വത്തിനോട് മൃദു ഹിന്ദുത്വം ഒരിക്കലും നടക്കാനില്ല. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം അതാ ഞാൻ പറഞ്ഞത്, അവിടെ രാഷ്ട്രീയ രാമനാണെങ്കിൽ ഇവർ പോയിട്ട് പോട്ടെ. കാരണം ബാക്കി മറ്റുള്ള ഉദ്ധവ് താക്കറെ ആലോചിക്കണം. ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പറഞ്ഞ അഭിപ്രായം നമ്മൾ നോക്കണം. ഏറ്റവും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് ശിവസേന എന്ന് പറയുന്നത്. അവരുടെ നിലപാടുകൾ കൂടി നമ്മൾ നോക്കണം. ഇനിയിപ്പോ അവിടെ പ്രജാതൽപരനായ അയോധ്യ രാമനാണ് അവിടെ പ്രതിഷ്ഠയെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവിടേക്ക് ഇന്ത്യ മുന്നണിക്ക് അവിടേക്ക് പോവാം. ഇത് പ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ പോകണമെന്നില്ല. അതാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു തീരുമാനം എടുക്കാൻ വൈകുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം അവര് പോണെന്ന് പറഞ്ഞാൽ പോട്ടെ, അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റില്ല. അതാണ് അവര് എന്താ പറയാ അതിന് അവിടെ ഒരു ഇത് ഈ കേരളത്തിൽ ഇതിലിപ്പോ CPM-നെ വലിച്ചിട്ടുള്ള കാര്യം എന്താ? CPM അവര് പറഞ്ഞു അവര് ഞങ്ങൾ പോകുന്നില്ല. CPM പറഞ്ഞു, അതുപോലെ കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ ഞങ്ങൾ പോകുന്നില്ല. ശരി, സുരേന്ദ്രൻ മുസ്തഫ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ മുസ്തഫ, എവിടെയും കോൺഗ്രസ് എതിരായിരുന്നില്ല. രാമക്ഷേത്രം പണിയുന്നതിലും എതിരല്ല, ബാബരി മസ്ജിദ് തകർക്കുന്നതിലും എതിരായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എടുക്കാത്ത തീരുമാനം എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഒരു നിലപാട് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് കോൺഗ്രസ് പോയാൽ ഒരു പക്ഷേ ഇപ്പൊ കേരളത്തിലെ സ്ഥിതിയല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അത് അനുസരിച്ച് ഇതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തന്നെ പൂർണ്ണമായും കോൺഗ്രസ് പോകേണ്ടതല്ലേ? മാഡം, ഞാൻ മുസ്തഫ തിരൂരങ്ങാടി എന്നാണ്. ഇടത്തിൽ തീർച്ചയായും BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് കോൺഗ്രസിനെ ക്ഷണിച്ചത് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ക്ഷണിക്കുന്നത്. ഇപ്പൊ അമ്പലം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് മുൻപ് പള്ളിയാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ നേരെ മറിച്ച് അവിടെ പള്ളി പൊളിച്ചിട്ടാണ് ക്ഷേത്രം പണിതത് എന്ന് എല്ലാവർക്കും, നമുക്ക് ഇപ്പോഴത്തെ തലമുറക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും, ഒരു പാർട്ടിക്കുന്നല്ല ഒരാൾക്കും തന്നെ അവിടെ പോകാൻ അവരുടെ മനസ്സ് അനുവദിക്കുകയില്ല. ഈ മതേതരത്വം പറയുന്നത് കോൺഗ്രസിന്റെ നാളത്തെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? തീർച്ചയായും BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വരാതിരിക്കണം എന്ന് തന്നെയാണ്. ഭൂരിപക്ഷ സമുദായത്തെ BJPക്ക് കൂടെ നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് BJP കോൺഗ്രസ് മറ്റുള്ള പാർട്ടികൾ അതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അവർ പോകാതിരുന്നാൽ മറ്റുള്ള ഭൂരിപക്ഷ സമുദായം കോൺഗ്രസിന് എതിരാകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് BJPക്ക് ഇതിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ശരി, രാജൻ ചേരുന്നു കൊല്ലത്ത് നിന്ന്. രാജൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് രണ്ട് കാര്യങ്ങളാണ് മാഡം പറയാനുള്ളത്, മുഴുവൻ കേൾക്കണം. ഒന്ന്, പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം പണിഞ്ഞതെന്നാണ് ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിലെ ഒരു മനുഷ്യനിരുന്ന് പറഞ്ഞത്. അത് അങ്ങേയറ്റം തെറ്റാണ്. അമ്പലം പൊളിച്ചിട്ടാണ് ആദ്യം ഇവർ പള്ളി പണിഞ്ഞത്. അതിനുള്ള തെളിവെല്ലാം ഹാജരാക്കിയതിന് ശേഷമാണ് ഹൈക്കോടതി സുപ്രീം കോടതി വിശ്വസിച്ചോളൂ. അത് ചരിത്രമൊന്നും തിരുത്തി പറഞ്ഞാൽ അത് എല്ലാവർക്കും വിശ്വസിക്കാനൊന്നും പറ്റില്ല. താങ്കളുടെ അടുത്ത പോയിന്റ് പറയാം. സുപ്രീം കോടതി പറഞ്ഞ കാര്യം. ഇനി രണ്ടാമത്, കോൺഗ്രസ് ഈ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പോയാൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലും കർണാടകയിലും കോൺഗ്രസ് മേലാൽ അധികാരത്തിൽ വരില്ല. അഭിലാഷ് ആയിരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ അഭിലാഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പോകുന്നതിൽ ഇതിൽ യാതൊരു കുഴപ്പമില്ല. ഇത് രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഇപ്പൊ CPM-ന് പറയാം. കാരണം CPM-ന് കേരളത്തിൽ മാത്രമുള്ളതാണ്. അവർക്ക് എന്തും പറയാം. ഇത് പ്രത്യേകിച്ച് അവർക്കൊരു ദൈവവിശ്വാസം അങ്ങനത്തെ ഒന്നും ഇല്ലതാണ്. അതാണ് സമസ്തയും ലീഗ് പോലും ഇതിൽ കൃത്യമായിട്ട് ഒരു എതിരഭിപ്രായം കോൺഗ്രസിനോട് പറയാതിരിക്കുന്നത്. അവർക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളത്. അതെ, ബാക്കിയുള്ള കാരണം ഇന്ത്യയിലെ നമുക്ക് കേരളം മാത്രമല്ല 10-20 MP-മാരെ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. കേന്ദ്രം ഭരിക്കണം, കോൺഗ്രസിന് ഭരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അവർ ഈ കേരളത്തെ മാത്രം നോക്കി നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതൊരു വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പേരിൽ ഒരു ക്ഷേത്രത്തിന്റെ ഇതിന് പോകുന്നതിന് കുഴപ്പമില്ല. പിന്നെ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് അത് കുറച്ചൊരു രാഷ്ട്രീയം തന്നെയാണ്. കാരണം അവിടെ നരേന്ദ്രമോദി, പിന്നെ അവിടുത്തെ ഉത്തർപ്രദേശിലെ ഗവർണർ, പിന്നെ യോഗി ആദിത്യനാഥ്, പിന്നെ RSSന്റെ പ്രകാരം
അങ്ങനെ പിന്നെ ലാസ്റ്റാണ് അവിടുത്തെ ഒരു പൂജാരിക്ക് ഒരു അവസാനത്തെ അവസരമാണ് കൊടുക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മിനിഞ്ഞാത്ത ഒരു ചർച്ചയിൽ ഈ സുധാകരൻ അമേരിക്കയിൽ പോകുന്നത് ജബി മേത്തരം കൊണ്ടുവന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞു. ആ പ്രേക്ഷകനോട് എനിക്ക് പറയാനുള്ളത്, സുധാകരൻ അമേരിക്ക പോയിട്ടില്ല ഇതുവരെ. രണ്ടാമത് ജബി മേത്തറെ കൊണ്ടുപോകാൻ താങ്കൾക്ക് അതിനെയൊക്കെ വളരെ ബാലിഷ്യമായ പ്രതികരണങ്ങളായിട്ട് വിട്ടുകളയണം. അതൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പേര് അതൊക്കെ പറയാം. അത് താങ്കൾ വിട്ടേക്കും. അത് കളിയാക്കി പറയുന്നതിന് കുറച്ചൊരു ഇതുണ്ട്. അപ്പൊ ജബി മേത്തറെ കൊണ്ടുപോകാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടാണ്. താങ്കളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് അത്രേ പറയാനുള്ള പ്രശ്നങ്ങളോട്. ശരി, അടുത്ത കോൾ കണ്ണൂരിൽ നിന്നാണ്. പവിത്രൻ, ശ്രീ പവിത്രൻ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, രാമക്ഷേത്ര പരിപാടിക്ക് കോൺഗ്രസ് പങ്കെടുക്കണം. ഈ കോൺഗ്രസ് പങ്കെടുക്കണം എന്ന് പറയുന്നത് വെച്ചാൽ, കോൺഗ്രസ് ഈ ഹിന്ദുത്വത്തിൽ നിന്ന് വ്യതിചലിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ പരാജയപ്പെടാൻ കാരണം. ഹിന്ദുത്വം തന്നെയാണ് അതിന്റെ പ്രധാനം. ഈ ഇന്ത്യ എന്ന് പറയാൻ ഹിന്ദുവാണ്. അപ്പൊ അവിടുന്ന് ഈ ഇട്ടാവട്ടത്തിലുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് CPM-നെ പോലുള്ള പാർട്ടിക്ക് പറയാം പങ്കെടുക്കരുത്, ഇങ്ങനെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. അവർ കീഴിയെ നോക്കൊണ്ടും ദേശീയതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പൊ കോൺഗ്രസ് എന്ത് തന്നെ സംഭവിച്ചാലും ഈ രാമക്ഷേത്ര പരിപാടിയിൽ പങ്കെടുത്തേ പറ്റൂ. അതാണ് മതേതരത്വം. ഒരു മുസ്ലിമിന്റെ പ്രശ്നം വരുമ്പോൾ അവിടെയും പങ്കെടുക്കണം. അതല്ലേ കോൺഗ്രസിന്റെ രീതി വേണ്ടത്. അല്ലാതെ തന്നെ അവിടെ പങ്കെടുക്കാണ്ട് നിന്നിട്ട് ഈ കേരളത്തിലെ കുറച്ച് മുസ്ലിം സമുദായത്തിന് പോലും പ്രശ്നമൊന്നുമില്ല. ഈ CPM മാത്രം ഒരു ചൂണ്ടയിട്ടേത്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് പെരുമാറണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, മോഹനൻ ചേരുന്നു മാവേലിക്കരയിൽ നിന്ന്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹത്തിന്റെ കോൾ കട്ടായി. മറ്റ് പ്രേക്ഷകരിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അടുത്ത കോളിലേക്ക് സജീവ് ചേരുന്നു ചാലക്കുടിയിൽ നിന്ന്. സജീവ്, ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കോൺഗ്രസ് അല്ലെങ്കിൽ സോണിയാഗാന്ധി സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നതിൽ എന്താണ് ഇത്ര അസ്വാഭാവികതയുള്ളത്? ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കാമോ? അതെ മാഡം, എനിക്ക് പറയാനുള്ളത്, രാമക്ഷേത്രം എന്ന് പറയുന്നത് അയോധ്യയിൽ പണിതേണ്ടത് BJP-യുടെ ക്ഷേത്രമല്ല. അവിടെ ആരാണോ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് അവരെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇത് കേരളത്തിലെ CPM-ന്റെ ഒരു കുതന്ത്രമാണ് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആ ചടങ്ങിന് പങ്കെടുക്കണം. കാരണം പങ്കെടുത്താലാണ് കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതാണ് എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ശരി, സുബീഷ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സുബീഷ്, ഇപ്പൊ കോൺഗ്രസ് പങ്കെടുത്തു എന്ന് കരുതുക, കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താവും? കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടില്ലേ വീണ്ടും? കോൺഗ്രസ് പങ്കെടുക്കണം, എന്നാലേ അതിന് മതേതരത്വം എന്ന് പറയാൻ കഴിയും. സത്യം ഇവിടെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മുസ്ലിം ലീഗുകാരെ പേടിയാ. മുസ്ലിം ലീഗുകാർ കണ്ണുരുട്ടിയാല് ഇനി നമുക്ക് ഭരണത്തിൽ വരാൻ പറ്റൂലയോ എന്നുള്ളൊരു പേടി കൊണ്ട് നിൽക്കുമായിരുന്നു. ലോക്സഭയിൽ നമുക്ക് സീറ്റ് നഷ്ടപ്പെട്ടു പോവുമോ, ഈ ചിന്തയാണ് കോൺഗ്രസിന് ഇവിടെ അലട്ടുന്നത്. തീർച്ചയായും കോൺഗ്രസ് പങ്കെടുക്കണം. എന്നുവെച്ചാൽ ഇതൊരു ഹിന്ദു അല്ല, ഇന്ത്യയിൽ എന്ന് പറഞ്ഞ ഒരു ഭൂരിപക്ഷ സമുദായ ഹിന്ദു, അതിന്റെ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പിന്നെ എന്തായിരിക്കും ഇപ്പൊ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾക്ക് ഇത് പങ്കെടുക്കരുത് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കുള്ളിൽ തന്നെ അതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നല്ലേ? വോട്ട് കിട്ടേണ്ടവർ അത് പേടിക്കുന്നു. കെ മുരളീധരന് മെയിൻ പേടി എന്ന് പറഞ്ഞാൽ വടകര അഥവാ പങ്കെടുത്തു കഴിഞ്ഞാൽ മത്സരിക്കാത്ത VM സുധീരൻ പിന്നെന്തിനാണ് പേടിക്കുന്നത്? വടകരയിൽ പേടി കൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത്. അവിടെ മുസ്ലിം വോട്ടുണ്ട് കൂടുതലെന്നല്ല, നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ നെക്സ്റ്റ് ലോക്സഭാ ഇലക്ഷന് ഫേസ് ചെയ്യുമ്പോൾ ആ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാ കെ മുരളീധരന്. അതുകൊണ്ട് മുരളീധരൻ പറയുന്നത് അത്രയേ ഉള്ളൂ. ശരി, ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. പള്ളി പൊളിക്കാൻ കോൺഗ്രസിന് എതിരെല്ലായിരുന്നു എന്ന് പറഞ്ഞു. പള്ളി പൊളിക്കാൻ വേണ്ടി കോൺഗ്രസ് പോയില്ല. അവർക്ക് പള്ളി പൊളിക്കാൻ പറഞ്ഞുമില്ല. BJPക്ക് അത് കോൺഗ്രസിനെ വിളിച്ചിട്ടുമില്ല. വിളിച്ചതായ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗിനെ ഖാർഗെയുമാണ് വിളിച്ചിരിക്കുന്നത്.
ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവന് വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇത് തിളക്കുന്നതല്ലാതെ ഇവിടെ മുസ്ലിം ലീഗ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കോൺഗ്രസ് തീരുമാനിച്ചില്ല. അവർ തീരുമാനിക്കുമ്പോൾ നിങ്ങളെയൊക്കെ അറിയിക്കും പോണോ വേണ്ടോ എന്നുള്ളത്. കോൺഗ്രസിനെ വിളിച്ചിട്ടില്ല, അവരെ വിളിച്ചെങ്കിൽ അവർ തീരുമാനിക്കും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ശരി, ചന്ദ്രൻ നായർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? മാഡം, രാമക്ഷേത്രം ഒരു പൊതു ഇടവും പൊതു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംഘാടകർ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ക്ഷണിച്ചേക്കുന്നത്. അതിനകത്ത് പങ്കെടുക്കേണ്ടതാണ്. അതെന്താന്ന് വെച്ചാൽ അത്യാവശ്യമാണ്, പങ്കെടുക്കേണ്ട കാര്യം തന്നെയാണത്. ശരി, ഉദയകുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ ഉദയകുമാർ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതൊരു പൊതു ഇടമാണ്, അതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല, BJPയുടെ രാഷ്ട്രീയം അവിടേക്ക് എത്തുന്നേ ഇല്ല എന്നൊക്കെയാണോ താങ്കൾ കരുതുന്നത്? അതൊരു പൊതു ഇടമല്ല, അതിൽ ആർക്കും പാടില്ല. ഇപ്പൊ കോൺഗ്രസ് പങ്കെടുത്താലും ഇല്ലെങ്കിലും അവിടെ നടക്കേണ്ട കാര്യങ്ങളെല്ലാം അത് കിടക്ക് നടക്കും. ഇവിടെ കുറച്ച് മാർക്സിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ കിട്ടുന്ന കാലളവിട്ട് ഒരു കാര്യമില്ല. അവര് പോവാതിരിക്കട്ടെ, ഇവർക്കെന്ത് വിഷയം? ഇവിടെ ലീഗിന് വിഷയമില്ല, മറ്റുള്ള മുസ്ലിം സമുദായങ്ങൾ മറ്റുള്ള പാർട്ടിക്കാർക്ക് വിഷയമില്ല, CPM മാത്രമല്ലേ വിഷയമുള്ളൂ. എനിക്കിത്രേ പറയാനുള്ളൂ. എന്തായിരുന്നാലും അവിടെ നടക്കേണ്ട കാര്യങ്ങൾ മുറക്കി നടക്കും. കോൺഗ്രസ് ചെന്നില്ലെന്ന് പറഞ്ഞിട്ടോ CPM അവിടെ ഒന്നും നടക്കാതിരിക്കില്ല. ഇത്രയേ ഉള്ളൂ. ശരി, ശ്രീധരൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീധരൻ, താങ്കൾ പറഞ്ഞോളൂ. ഇപ്പം ഉദയകുമാർ പറഞ്ഞതുപോലെ തങ്ങളുടെ വിശ്വാസം വ്രണപ്പെടില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസ്ഥാന നിലപാടൊക്കെ വന്നിരിക്കുന്നത്. ലീഗും അതിൽ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൽ അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഇടതുപക്ഷം ഇത്രയധികം വാശി പിടിക്കുന്നത് ഇവർ പങ്കെടുക്കരുത് എന്ന് പറയാൻ വേണ്ടി? അതായത് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയില്ല. ഇവർക്കൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം മതേതരത്വം നടത്തുന്നവരാണ്. ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. മതേതരത്വം പറഞ്ഞത് അവര് ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. മറ്റുള്ള ജാതികളിലെ അല്ലെങ്കിൽ മറ്റുള്ള ഇതുകളിൽ പങ്കെടുക്കാം, ഹിന്ദുവിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? മതേതരത്വം എന്താണെന്ന് ഇനിയും ആദ്യം നിർവചിക്കേണ്ടിയിരിക്കും. കാരണം മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരേപോലെ കൊണ്ടു നടക്കുന്നതാണ് മതേതരത്വം, അല്ലേ? അല്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാ, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്തുക, അതിന് മതേതരത്വം എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അഭിജിത്ത് ചേരുന്നു കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് തീർച്ചയായും കോൺഗ്രസ് പങ്കെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് സത്യം പറഞ്ഞാൽ ഈ രാമക്ഷേത്രത്തിന് വേണ്ടി ആദ്യം മുന്നിട്ടിറങ്ങിയ ആൾക്കാരിൽ ഒരാൾ കോൺഗ്രസിന്റെ രക്തസാക്ഷിയായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. രാജീവ് ഗാന്ധി 1990 ഒരു ഇലക്ഷൻ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമക്ഷേത്ര അയോധ്യയിൽ ഉണ്ടാക്കും, ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷെ അന്ന് കോൺഗ്രസ് ഒരു ഓർഡിനൻസ് ജയിച്ച ശേഷം കൊണ്ടുവരും ചെയ്തിട്ടുണ്ട്. അന്ന് BJP എതിർത്തതുമാണ് ചരിത്രം. ഇന്നിപ്പോ കോൺഗ്രസിന് ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായും പങ്കെടുക്കേണ്ടത് അനിവാര്യത കൂടിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എന്തായാലും പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസ് ഒന്നാമത് ആദ്യം തൊട്ട് അംഗീകരിച്ച് പോകുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ കോൺഗ്രസിന് ഇതിൽ എതിർപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതില് പള്ളി പൊളിച്ചവർക്ക് വേണ്ട ശിക്ഷ കിട്ടിയില്ല എന്നുള്ളത് ഒരു കാര്യമാണ് പരിഗണിക്കാമെന്നല്ലാതെ കോൺഗ്രസ് ഈ അമ്പലം ഉണ്ടാക്കുന്നതിന് എതിർക്കേണ്ട യാതൊരു കാര്യമില്ല. തീർച്ചയായും പങ്കെടുക്കേണ്ട സംഭവമാണ്. ശരി, റാഫി ചേരുന്നു ദോഹയിൽ നിന്ന്. റാഫി, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം മേഡം. നമസ്കാരം. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരു കുരങ്ങ് നീർക്കോലിനെ പിടിച്ച അവസ്ഥയിലാണ്. BJP ഇത്ര സക്സസ് ആക്കുന്നതിന് മുൻപേ ഇതിന്റെ ആവിർഭാവ കാലം നമുക്കെല്ലാവരും ചരിത്രം വെറുതെ പറഞ്ഞ് നീട്ടാൻ വരുത്തണ്ടില്ല. നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ അതേപോലെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അതിന് പിന്നെ ശിലാന്യാസന് അനുവദിച്ചു കൊടുക്കുന്നത്, അവരെ പ്രാർത്ഥനയ്ക്ക് ഓപ്പണാക്കി കൊടുക്കുന്നു. അതോടൊപ്പം പിന്നെ 92 നമ്മുടെ നരസിംഹറാവുവിന്റെ കാലത്ത് അത് പൊളിക്കപ്പെടുകയും ചെയ്തു. അപ്പോ ആവിർഭാവ കാലം മുതലേ കോൺഗ്രസ് ഇതിന് അനുകൂലമാണ്. ആ സമയത്ത് തന്നെയുമല്ല, ഇപ്പൊ BJPയിലുള്ള ഒരു 90% ആളുകളും പഴയ കോൺഗ്രസ്സുകാരാണല്ലോ. BJPയിലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളൊക്കെ ഇപ്പൊ സൈഡായി. പഴയ കാലത്ത് നമുക്കറിയാം ഉമാഭാരതി, അശോക് സിംഗാള്, മുരളി മനോഹർ ജോഷി, ശ്രീമാൻ അദ്വാനി, ഇത്തരം ആളുകളൊക്കെ ആയിരുന്നു ഇതിലെ രഥയാത്രയും ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. അവരാരിപ്പോ ചിത്രത്തിലില്ല, ഇപ്പൊ പുതിയ ആളുകളാണ്. ഏറ്റവും അടുത്ത സമയത്ത് താങ്കൾ അത് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പം മധ്യപ്രദേശിൽ പോലും കോൺഗ്രസ് വോട്ട് ചോദിച്ചത് ഈ രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞും രാമക്ഷേത്രത്തിനൊപ്പം സീതയ്ക്ക് ക്ഷേത്രം പണിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം എന്താണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഇതിലെടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ട് ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് കോൺഗ്രസിനെ വളരെ ദയനീയമായി തോൽപ്പിക്കില്ലേ, ഇല്ലെങ്കിൽ വലിയ അത്രയും ഇതുവരെ കാണാത്തൊരു പരാജയത്തിലേക്ക് കോൺഗ്രസ് പോകില്ലേ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് പഴയ കാലം മുതലേ ഈ ഒരു രാഷ്ട്രീയ വിഷയമായി
ചെറിയ തരത്തിൽ, അതായത് നോർമലായിട്ട്, അതായത് ഇപ്പൊ ഇതിനൊരു ഓമന പേരിട്ടിരിക്കുന്ന മൃദുല ഹിന്ദുത്വം എന്നുള്ളൊരു പേരിട്ടാണ് വിളിക്കുന്നത്. പഴയ കാലം മുതലേ നോർത്ത് ഇന്ത്യയിൽ ഇത്തരം സംഗതിയുമായിട്ടാണ് കോൺഗ്രസ് നടന്നിരുന്നത്. അത് നമുക്ക് ഇപ്പോഴുള്ള ഈ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്തിരുന്ന കാലത്ത് ന്യൂസ് പേപ്പറൊക്കെ ആ കാലത്ത് വായിക്കുന്ന ആളൊക്കെ മനസ്സിലായിരുന്നു. പണ്ട് ഇന്ത്യ മഹാരാജ്യത്തിലായിരുന്ന ഈ വർഗീയ കലാപങ്ങളൊക്കെ തന്നെ ബി ജെ പി ഉള്ള കാലത്തല്ല ഉണ്ടായത്. ഹിന്ദുത്വം കൂടുതൽ ആര് സംരക്ഷിക്കും, അവരിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി. താങ്കൾ വിളിച്ചതിന് സന്തോഷ് കുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ യഥാർത്ഥത്തില് ഇപ്പം കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാല് ഇപ്പം ഇന്ത്യയിൽ തന്നെ ആ പാടം അവർക്ക് ഒരു അല്പമെങ്കിലും സ്ട്രോങ് ഹോൾഡ് ഉള്ളത് കേരളത്തിലാണ്. അപ്പൊ ഈ കേരളത്തില് അവർ ഈ ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ കഴിഞ്ഞ വർഷം കിട്ടിയ 19 സീറ്റില് ഒരു 10 സീറ്റ് പോലും കിട്ടൂല എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ആൾ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ 50 സീറ്റ് എന്നുള്ളത് കേരളത്തിലെ ഈ അടുത്ത 2024 ലക്ഷം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ വർഷം 54 സീറ്റ് ഉണ്ടായിരുന്നു. ഈ 54 സീറ്റില് ഈ കേരളത്തിൽ 8-9 സീറ്റിൽ, പിന്നെ തമിഴ്നാട്ടിൽ 4 ബാക്കി ഒരു സീറ്റും കിട്ടൂല. പിന്നെ ഇവിടെ ഇവർക്ക് മുസ്ലിങ്ങളെ വോട്ട് കൊണ്ടാണ് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും വിജയിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ വോട്ട്, ആ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഇവിടെയുള്ള നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വോട്ട് ഒറ്റയടിക്കൊണ്ട് ഇടതുപക്ഷത്തിന് പോകുന്നു കോൺഗ്രസിന് അറിയാം. അതുമാണ് മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു ഇതാണ്. അല്ലാതെ കോൺഗ്രസ് പോകാത്തതുകൊണ്ട് ഹൈക്കമാൻഡിന് ഒരു നിലപാടും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന് അവസാനം കൊണ്ട് കോൺഗ്രസിനെ BJP കാർ കൊണ്ട് പൂട്ടിയതാണ്. ആ പൂട്ടിൽ വിടുപോയി. ഇനി ഈ പൂട്ട് പൊട്ടിക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. രാജൻ ചേരുന്നു മലമ്പുഴയിൽ നിന്ന്. ശ്രീരാജൻ, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയാം. എനിക്കൊരു സംശയം. ഒരു 450, ഏകദേശം നമ്മൾ കണക്കാക്കുന്ന ഒരു 450-500 വർഷം മുമ്പ് അവിടെ സ്ഥിതി ചെയ്യുന്ന രാമക്ഷേത്രം പള്ളിയാണ്. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടതിന് ശേഷമാണ് അവിടെ രാമക്ഷേത്രം പണിതിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന സംഗതി, ഈ രാമക്ഷേത്രം, ഈ ബാബരി മസ്ജിദ് പൊളിച്ചത് എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ? അതിന്റെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഈ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രവർത്തനങ്ങൾ? എന്താണ് ഈ ബാബരി മസ്ജിദ് പൊളിച്ചില്ലേ, പൊളിച്ച സ്ഥലത്താണല്ലോ ഇപ്പൊ രാമക്ഷേത്രം പണിയുന്നത്. ഈ പള്ളി പൊളിച്ചത് വേറെ സ്ഥലത്ത് പള്ളി പൊളിയാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിന് ഗവൺമെന്റ് എന്തെങ്കിലും ഫണ്ട് ചെയ്തിട്ടില്ല. ഇതിലെ പ്രതികൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോ അത് ഇതിന്റെ ഒപ്പം ചെയ്യേണ്ടതല്ലേ? അല്ല, അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിലൊക്കെ എന്തിനാണ് നമുക്ക് ഇത്ര സംശയം? ആരാധനാലയം പൊളിച്ച് തകർക്കപ്പെട്ട് ആ സ്ഥലത്ത് ഒരു മറ്റൊരു മതത്തിന്റെ. ശ്രീരാജൻ, നമുക്ക് ഈ സംശയത്തിന്റെ പോലും ആവശ്യമില്ല. ആരാണ് രാജ്യം ഭരിക്കുന്നത്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിൽ സംശയം വരണ്ട. എന്തുകൊണ്ട് അവിടെ പള്ളി പണിയുന്നില്ല എന്നുള്ളതിൽ ഒരു ആരാധനാലയം അവിടെ പണിതാൽ തന്നെ അതിനകത്ത് ആരാധന നടത്താൻ തന്നെ കഴിയുമെന്നുള്ള കാര്യം. ബാബറി മസ്ജിദിൽ കേസ് കൊടുത്ത ഇല്ലെങ്കിൽ ഹർജി കൊടുത്ത ആൾ പോലും ഇന്ന് മോദി അവിടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനപ്പുറത്തേക്ക് എന്താണ് അവസ്ഥ? അതാണ്. ശരി, നന്ദി വിളിച്ചതിന്. അടുത്ത കോൾ പ്രശാന്താണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. പ്രശാന്ത്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിൽ പങ്കെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ രാജ്യം എന്നുള്ളത് സാംസ്കാരികമായിട്ട് ഒരു ഹിന്ദുത്വ ഐഡിയോളജിയാണ്. നമുക്ക് ആ ഐഡന്റിറ്റി ഉള്ളത്. എല്ലാ രാജ്യങ്ങൾക്കും അതുപോലെ ഐഡന്റിറ്റി ഉണ്ട്. നമുക്ക് ഇതിനെ മതമായിട്ട് കാണണ്ട. മതമായിട്ട് നമ്മൾ ചുരുക്കുമ്പോഴാണ് ഹിന്ദുത്വത്തെ ഇതുപോലെ മതമായി ചുരുക്കിയത് മറ്റ് പാർട്ടികളല്ല ഇതിനെ മതമായി ചുരുക്കിയത്. BJP ആണ് മതമായി ചുരുക്കിയത്. അങ്ങനെ ആരാണ് ഉൾക്കൊള്ളാതിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും മതത്തിന്റെ ബേസിലാണ് കൊടുക്കുന്നത്, അല്ലല്ലോ. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ലേ കൊടുക്കുന്നത്. ഇപ്പൊ റേഷനിങ് സംവിധാനമായാലും റോഡുകളായാലും. താങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ബാബരി പള്ളി പൊളിച്ചെടുത്ത് പണിയുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ മറ്റെവിടേക്ക് നിങ്ങൾ ഈ കത്ത് അയക്കുന്നു എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ സ്വീകരിക്കും. ഇന്ത്യ മുന്നണിയിൽ ഭൂരിപക്ഷം പേരും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്ന ഇടതുപക്ഷം അത് സ്വീകരിക്കുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഇടതുപക്ഷം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് രാജ്യത്തിനെ സംബന്ധിച്ച് ഏത് രീതിയിലാണ് ബാധകമാവുന്നത്? കേവലം 1-2 MP-മാരുള്ള ഇടതുപക്ഷത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് പങ്കുള്ളത്? ബിജു ചേരുന്നു കൊല്ലത്ത് നിന്ന്. ബിജു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സാറേ, ഇത് നമ്മളെ BJPയുടെ ഒരു ട്രാപ്പാണ്. അതായത് ഇതിനകത്ത് നമ്മളെ കോൺഗ്രസ് പങ്കെടുക്കൂല എന്നാണ് അവരുടെ ധാരണ. പക്ഷെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഇതിനകത്ത് പങ്കെടുക്കണം. കാര്യം അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതായത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥമായ കാര്യം നമ്മളെ കോൺഗ്രസിനെ ഇവിടെ മാത്രം നോക്കിയാൽ പോരാ, ദേശീയ തലത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ നോക്കണം. അതായത് ഒരു നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മളെ ഈ രാജ്യത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇതിൽ പങ്കെടുക്കണം. അവരുടെ ട്രാപ്പിൽ വീഴരുതെന്നാണ് എന്റെ അഭിപ്രായം. ശരി.
ജോഷി ചേരുന്നു വൈപ്പിനിൽ നിന്ന്. ശ്രീ ജോഷി, താങ്കളുടെ അഭിപ്രായം പറയാമോ? മാഡം, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് അവിടെ ബാബരി മസ്ജിദ് അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ആരാധനാലയമാണ്. അപ്പൊ അതിനകത്ത് അത് പൊളിച്ചു കഴിഞ്ഞിട്ട് വേറൊരു ഈ ആരാധനാലയം പണിയെന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, വിഷമം, സങ്കടം ഇതൊക്കെ ആരാണ് അറിയണത്? അപ്പൊ നമ്മുടെ ഇപ്പൊ അവിടെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ നടന്നു, പക്ഷെ നമ്മുടെ ഇവിടെ ആണെങ്കിലും നടക്കൂലത്. കാരണം നമ്മുടെ പറവൂര് കോട്ടക്കാവ് പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അതിന്റെ ഇടത്തെ സൈഡ് പടിഞ്ഞാറ് വശം അമ്പലത്തിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് നമ്മള്. ശരി, നന്ദി ജോഷി. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുന്നു. തത്സമയം ഈ പരിപാടി നിങ്ങൾ